ഹായ് ഗൈസ്, വെൽക്കം ടു വീലൻ ദ കോൺക്വസ്റ്റ് ഓഫ് സിന്ധ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സിന്ധ് പ്രവിശ്യയുടെ മുകളിൽ ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യങ്ങൾ കാണിച്ചിരുന്നു. 1630 മുഗൾ ചക്രവർത്തിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫർമാനെ തുടർന്നുകൊണ്ട് സിന്ധിലെ തുറമുഖങ്ങളിൽ അവർക്ക് ചില പ്രിവിലേജുകൾ ലഭിച്ചു. ഇത് നമുക്കറിയാം, നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു. ബ്രിട്ടീഷുകാർക്ക് അതാത് ഭരണാധികാരികളിൽ നിന്നും ഫർമാൻസ് ലഭിക്കും, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെയുള്ള രീതിയിൽ ഉടമ്പടികൾ വഴി ചില പ്രിവിലേജസുകൾ ലഭിക്കും. ഈ പ്രിവിലേജസുകളിൽ നിന്നുമാണ് അവർ അതാത് പ്രദേശങ്ങൾ പതിയെ പതിയെ പിടിച്ചെടുത്തു തുടങ്ങുന്നത്. അങ്ങനെ 1630 മുഗൾ ചക്രവർത്തിയിൽ നിന്ന് ലഭിക്കുന്ന ഫർമാനെ തുടർന്ന് സിന്ധിലെ തുറമുഖങ്ങളിൽ ബ്രിട്ടീഷുകാർ അവരുടെ ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നു. അങ്ങനെ 18-ാം നൂറ്റാണ്ട് ആകുന്നതിന് മുമ്പ്, കൽപ്പുറ അമീർമാർ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് സിന്ധ് ഭരിച്ചിരുന്നത് കല്ലോറ ചീഫുമാരായിരുന്നു. 1758 കല്ലോറ രാജകുമാരനായിരുന്ന ഗുലാം ഷാ നൽകിയ പർവാനയുടെ അടിസ്ഥാനത്തിൽ തലാറ്റയിൽ ഒരു ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിച്ചു. അതിനുശേഷം 1761 ഗുലാം ഷാ അദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് ഒരു ഇംഗ്ലീഷ് പ്രതിനിധി എത്തിയ സമയം മുൻ കരാറുകൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ഒരു പ്രദേശത്ത് വാണിജ്യം നടത്തുന്നതിനുള്ള അനുമതികൾ നിഷേധിച്ചു. അങ്ങനെ അതിനുശേഷം വർഷം 1775 ആകുന്നതുവരെ ബ്രിട്ടീഷുകാർ അവർക്ക് ലഭിച്ചിരുന്ന പ്രിവിലേജുകൾ വലിയ രീതിയിൽ ഉപയോഗിച്ചു പോന്നു. അങ്ങനെ ഈ സമയമാകുമ്പോഴത്തേക്കും സർഫറാസ് ഖാൻ അധികാരത്തിലെത്തുകയും അദ്ദേഹം ബ്രിട്ടീഷുകാരോട് അത്ര ഫ്രണ്ട്ലി ആയിട്ടിരുന്ന ഒരു ഭരണാധികാരി ആയിരുന്നില്ല. അങ്ങനെ സർഫറാസ് ഖാൻ അധികാരത്തിലെത്തുകയും ഇംഗ്ലീഷ് ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ചെയ്തു. പിന്നീട് 1770-കളിൽ തൽപുറ എന്ന പേരിലുള്ള ഒരു ബലൂച്ച് ഗോത്രം മലമുകളിൽ നിന്നും ഇറങ്ങി വരികയും സിന്ധിന്റെ സമതലങ്ങളിൽ താമസമുറപ്പിക്കുകയും ചെയ്തു. ഇവർ മികച്ച സൈനികരും കഠിനമായ ജീവിതത്തിന് തക്കവണ്ണം അഡോപ്റ്റ് ആയവരുമായിരുന്നു. അങ്ങനെ ഈ പുതിയ മേഖലയിൽ അവരവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചെടുക്കുകയും മിർ ഫത്ത് അലി ഖാന്റെ നേതൃത്വത്തിലുള്ള തൽപ്പുറകൾ സിന്ധു പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് കല്ലോറ രാജകുമാരനെ നാടുകടത്തുകയും ചെയ്തു. അതിനുശേഷം ദുറൈ ചക്രവർത്തി മിർഫാത്ത് ഖാന്റെ അവകാശങ്ങൾ സ്ഥിരീകരിക്കുകയും മിറിന്റെ സഹോദരന്മാരുമായി രാജ്യം പങ്കിടുവാൻ ഉത്തരവിടുകയും ചെയ്തു. ഇവർ ചാർ യാർ എന്ന പേരിൽ അറിയപ്പെട്ടു. 1800 മിർ ഫാത്ത് മരിച്ച സമയം ചാർ യാർമാർ രാജ്യം തമ്മിൽ പങ്കിടുകയും ഇവർ അമീർമാർ എന്ന പേരിൽ പിന്നീട് വിളിക്കപ്പെടുകയും ചെയ്തു. ഇവർ എല്ലാ വശത്തേക്കും അവരുടെ ഭരണം വ്യാപിപ്പിക്കുകയും രാജസ്ഥാനിലെ അമർകോട്ടിനെ ജോധ്പൂർ രാജാവിൽ നിന്നും, കറാച്ചിയെ ചീഫ് ഓഫ് ലൂസിൽ നിന്നും, അഫ്ഗാനികളിൽ നിന്ന് ഷൈക്കാർപൂറും ബുക്കാറും പിടിച്ചെടുക്കുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഒരു വിശ്വാസമുണ്ടായിരുന്നു, നെപ്പോളിയൻ ടിപ്പു സുൽത്താനുമായി ചേർന്ന് ഇന്ത്യ ആക്രമിക്കുവാനുള്ള പദ്ധതികൾ ഇടുകയാണ്. അങ്ങനെ 1799 സിന്ധുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ റിവൈവ് ചെയ്യുവാനായിട്ടുള്ള വെല്ലസ്ലിയുടെ ശ്രമങ്ങൾക്ക് പിന്നിൽ ഫ്രഞ്ചുകാരുടെയും ടിപ്പു സുൽത്താന്റെയും കാബൂൾ രാജാവായ ഷാ സമാന്റെയും സഖ്യത്തെ ചെറുക്കുവാനുള്ള ഒരു ചെറുത്തുനിൽപ്പായിരുന്നു. ഫത്ത് അലി ഖാനുമായി ഇതിനായി ചർച്ചകൾ ആരംഭിച്ചുവെങ്കിലും പക്ഷേ ടിപ്പു സുൽത്താന്റെ സ്വാധീനത്താൽ, കൂടാതെ പ്രാദേശിക വ്യാപാരികളുടെ ജലസും ഹൈദരാബാദിലെ അല്ലെങ്കിൽ സിന്ധിലെ ബ്രിട്ടീഷ് വിരുദ്ധ പാർട്ടിയുടെ സഹായവും കാരണം 1800 ഒക്ടോബറിൽ അമീർ ബ്രിട്ടീഷ് പ്രതിനിധിയെ 10 ദിവസത്തിനുള്ളിൽ സിന്ധ് വിടാനായിട്ട് നിർദ്ദേശിച്ചു. ബ്രിട്ടീഷ് പ്രതിനിധിയായ ക്രോ സിന്ധ് വിടുകയും കമ്പനി ഇവിടെ നിശബ്ദമായി അപമാനിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് 1807 റഷ്യൻ ചക്രവർത്തിയായ അലക്സാണ്ടർ ഒന്നാമനുമായി ടിൽസിഡ് സഖ്യത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടും ചേർന്ന് ഈ സഖ്യത്തിന്റെ വ്യവസ്ഥകളിലൊന്നായിരുന്നു ഭൂമാർഗം, കരമാർഗം ഇന്ത്യയെ ആക്രമിക്കുക എന്നത്. ഇതോടുകൂടി ബ്രിട്ടീഷുകാർ റഷ്യയും ബ്രിട്ടീഷും തമ്മിൽ ഒരു ബാരിയർ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. ഇതിനുവേണ്ടി ലോർഡ് മിൻറോ തന്റെ 3 ദൗത്യ സംഘങ്ങളെ അയച്ചു. അതനുസരിച്ച് ലാഹോറിലേക്ക് മെറ്റ്കഫയും, കാബൂളിലേക്ക് എൽഫിൻസ്റ്റോണും, കൂടാതെ ടെഹ്റാനിലേക്ക് മാൽക്കോമിനെ അയച്ചു. കൂടാതെ സിന്ധിൽ നിക്കോളാസ് സ്മിത്ത് അമീർമാരുമായിട്ടുള്ള പ്രതിരോധ ചർച്ചകൾ നടത്തുകയും ചർച്ചകൾക്ക് ശേഷം അമീർമാർ ഇംഗ്ലീഷുകാരുമായി തങ്ങളുടെ ആദ്യ കരാറിൽ ഒപ്പിടാൻ സമ്മതിക്കുകയും ചെയ്തു. ഇതിനെയാണ് ട്രീറ്റി ഓഫ് ഇറ്റേണൽ ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇരു പാർട്ടികളും ഇതിനെ തുടർന്ന് ഫ്രഞ്ചുകാരെ സിന്ധിൽ നിന്ന് പുറത്താക്കാനും പരസ്പരം ഇവരുടെ കോർട്ടുകളിൽ പ്രതിനിധികളെ വയ്ക്കുവാനും സമ്മതിച്ചു. അങ്ങനെ ശേഷം 1820 ഈ കരാർ ഒന്നും കൂടി പുതുക്കുകയും അമേരിക്കക്കാരെ ഈ ഒരു പ്രദേശത്ത് നിന്ന് ഒഴിവാക്കുന്നതിനുള്ള വ്യവസ്ഥകളും കൂടി ആഡ് ചെയ്യപ്പെട്ടു. ശേഷം ഇതിനു മുമ്പ് 1818 മറാത്ത കോൺഫെഡറൻസിയുടെ അന്തിമ തോൽവിക്ക് ശേഷം
കച്ച് ഭാഗത്തുണ്ടായ ചില അതിർത്തി പ്രശ്നങ്ങളും 1820 പുതുക്കിയ ഈ ഉടമ്പടി വഴി പരിഹരിക്കപ്പെടുന്നു. ശേഷം 1832 വില്യം ബെന്റിംഗ് അമീർമാരുമായി കരാർ ഒപ്പിടാൻ കേണൽ പോട്ടിങ്ങറെ സിന്ധിലേക്ക് അയച്ചു. ഈ കരാറിലെ വ്യവസ്ഥകൾ താഴെ പറയുന്നവയാണ്. ഒന്നാമതായി, ഇംഗ്ലീഷ് വ്യാപാരികളും യാത്രക്കാരും സിന്ധിലൂടെ സ്വതന്ത്രമായി കടന്നു പോകാൻ അനുമതി ലഭിക്കും. കൂടാതെ വ്യാപാര ആവശ്യങ്ങൾക്കായി ഇൻഡസ് നദി ഉപയോഗിക്കാം. പക്ഷേ യുദ്ധക്കപ്പലുകളും അതുപോലെ യുദ്ധസാമഗ്രികളും കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമതായി, ഒരു ഇംഗ്ലീഷ് വ്യാപാരി പോലും സിന്ധിൽ സ്ഥിരതാമസമാക്കാനായിട്ട് പാടില്ല. കൂടാതെ യാത്രക്കാർക്ക് പാസ്പോർട്ടും ആവശ്യമായിരിക്കും. മൂന്നാമത്തെ വ്യവസ്ഥ ഇതാണ്. അമീർമാർ തുക കൂടുതലാണെന്ന് കണ്ടെത്തിയാൽ പിരിവ് നിരത്തുകൾ മാറ്റാം. അതുകൂടാതെ യാതൊരു തരത്തിലുള്ള മിലിറ്ററി ഡ്യൂസും അതുപോലെ തന്നെ ടോളുകളും ഈടാക്കാനായിട്ട് പാടില്ല. നാലാമതായി, കച്ചിലെ കള്ളന്മാരെ അടിച്ചമർത്തുന്നതിനായി അമീർമാർ ജോധ്പൂർ രാജാവുമായി സഹകരിക്കണം. അഞ്ചാമത്തെ വ്യവസ്ഥ ഇതാണ്. പഴയ കരാറുകൾ സ്വീകരിച്ചുകൊണ്ട് രണ്ട് പക്ഷങ്ങളും പരസ്പരം ജലസായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല. ശേഷം 1836 ഗവർണർ ജനറലായ ലോർഡ് ഓക്വേർഡ് സിന്ധിനെ ഇന്ത്യയെ റഷ്യയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു പ്രധാന പ്രദേശമായും അഫ്ഗാനിസ്ഥാനികളിൽ നിന്നും സ്വാധീനം നേടാനുള്ള ഒരു മാർഗവുമായി കാണുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം പഞ്ചാബിലെ രഞ്ജിത് സിംഗ് അതിശക്തനായൊരു ഭരണാധികാരിയായിരുന്നു. എന്നാൽ സിന്ധിലെ അമീർമാർക്ക് അത്തരം ശക്തി ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷിന്റെ അഭിപ്രായത്തിൽ സിന്ധിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുക അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട അവരുടെ പദ്ധതികൾക്ക് വേണ്ടിയുള്ള ആദ്യ നടപടിയായിരുന്നു. രഞ്ജിത് സിംഗ് സിന്ധിലെ അതിർത്തി പട്ടണമായ റോജ്ഖാൻ പിടിച്ചെടുത്ത സമയം ബ്രിട്ടീഷുകാർക്ക് ഒരു അവസരം ലഭിക്കുകയും ഈ അവസരത്തിൽ പോട്ടിങ്ങറെ ഹൈദരാബാദിലേക്ക് അയക്കുകയും അമീർമാരുമായി ഒരു പുതിയ കരാർ ഒപ്പിടുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കരാർ പ്രകാരം അമീർമാർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തുവെങ്കിലും കമ്പനി സൈനികർ അവിടെ താമസിച്ചു പോരുകയും ഇനി അതല്ല എങ്കിൽ ബ്രിട്ടീഷുകാർക്ക് തതുല്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്നുള്ള വ്യവസ്ഥയും വെച്ചു. ആദ്യം അമീർമാർ ഈ കരാർ നിരസിച്ചുവെങ്കിലും 1838 രഞ്ജിത് സിംഗ് മറ്റ് സഹായങ്ങൾ തേടിയേക്കാമെന്നുള്ള ചിന്ത വന്ന സമയത്ത് അവർ റിലക്റ്റന്റ്ലി ഈ കരാർ ഒപ്പുവെക്കാനായിട്ട് നിർബന്ധിതരാകുകയായിരുന്നു. അങ്ങനെ ഈ ഒരു കരാർ പ്രകാരം ബ്രിട്ടീഷിനെ അമീർമാരും സിഖുകാരും തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെടാനുള്ള അനുമതി ലഭിക്കുകയും കൂടാതെ സിന്ധിലൊരു ബ്രിട്ടീഷ് ഏജന്റിന്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനായിട്ട് സാധിച്ചു. ഈ ഏജന്റ് എവിടെ പോയി കഴിഞ്ഞാലും ബ്രിട്ടീഷ് സൈനികരുടെ സംരക്ഷണത്തിലായിരിക്കും യാത്ര ചെയ്യുക. അങ്ങനെ ഇതോടുകൂടി 1838 സിന്ധ് ഒരു പ്രൊട്ടക്ടറേറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സംരക്ഷിത രാജ്യമായി മാറുകയും ചെയ്തു. ശേഷം 1838 അഫ്ഗാനിസ്ഥാൻ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഒരു ട്രൈപാർട്ടി ട്രീറ്റിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അതിനായി 1838 ജൂണിൽ രഞ്ജിത് സിംഗിനെ അവർ ഒരു ട്രീറ്റ് ഒപ്പിടാനായിട്ട് നിർബന്ധിക്കുകയും ഇതിന്റെ ഫലമായി അദ്ദേഹത്തിനും അമീർമാർക്കുമിടയിലുള്ള തർക്കങ്ങൾക്ക് ബ്രിട്ടീഷ് മീഡിയേഷൻ അംഗീകരിക്കാനായി രഞ്ജിത് സിംഗ് നിർബന്ധിതമാകുകയും ചെയ്തു. പിന്നീട് എംപയർ ആയിരുന്ന ഷാ ഷുജയെ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ട് സിന്ധിന്റെ മുകളിലുള്ള സോവറിൻ റൈറ്റ്സ് വിട്ടു നൽകാനായിട്ട് നിർബന്ധിക്കുകയും എന്നാൽ ഇതിലേക്ക് നൽകേണ്ട ട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ അരിയേഴ്സും ട്രിബ്യൂട്ട്സും ഒക്കെ എത്രയായിരിക്കണമെന്നുള്ളത് ബ്രിട്ടീഷുകാർ തന്നെ നിർണ്ണയിക്കുകയും ചെയ്യുമെന്നുള്ളൊരു വ്യവസ്ഥയുമായിട്ട് ഷാ ഷുജയുമായിട്ട് ഒരു കരാറിലേക്ക് വന്നു. അങ്ങനെ ഈ കരാറുകളുടെ എല്ലാം പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് അവരുടെ അഫ്ഗാനിസ്ഥാൻ അഡ്വഞ്ചറിന് വേണ്ട ധനം സമ്പാദിക്കുകയും അതുകൂടാതെ തന്നെ സിന്ധ് വരുന്ന ഈ ഒരു പ്രദേശത്ത് ഒരു ബാരിയർ അല്ലെങ്കിൽ എന്താ പറയണേ ഒരു ലൈൻ ഓഫ് ഓപ്പറേഷൻ പോലെ നിലനിർത്തുകയുമായിരുന്നു ഈ ഒരു ട്രീറ്റിയിലൂടെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചുണ്ടായിരുന്നത്. കമ്പനിയുടെ ഉദ്ദേശം അമീറിനെ കൊണ്ട് അതിനുവേണ്ട മുഴുവൻ ചിലവ് വഹിപ്പിക്കലും അതുപോലെ തന്നെ 1832 ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടിയിലെ വ്യവസ്ഥകളിലൊന്നായ അതായത് റിവർ വഴിയോ ലാൻഡ് വഴിയോ സിന്ധിലൂടെ ബ്രിട്ടീഷ് ട്രൂപ്പുകൾക്ക് പോകാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥ എടുത്തു മാറ്റലുമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അങ്ങനെ ഇത്രയും സുപ്പീരിയറായ ബ്രിട്ടീഷ് ട്രൂപ്പിന്റെ ത്രെട്ടിനെ തുടർന്ന് അമീർമാർക്ക് ഈ ഉടമ്പടി ഒപ്പുവെക്കേണ്ടതായിട്ട് വന്നു. ഇതിനെ തുടർന്ന് 1839 ബ്രിട്ടീഷ് സബ്സിഡറി ഫോഴ്സസിന് ശിക്കാർപൂറും ബുക്കറും എന്നീ ഇവിടങ്ങളിൽ സബ്സിഡറി ആയിട്ട് സ്റ്റേഷൻ ചെയ്യാനുള്ള അനുമതി ലഭിക്കുകയും ഇതിനെ തുടർന്ന് 3 ലക്ഷം രൂപ ഈ ട്രൂപ്സിന്റെ മെയിൻ്റെനൻസിനായിട്ട് അമീർമാർ അടയ്ക്കണമെന്നുള്ളതുമായിരുന്നു വ്യവസ്ഥ. ഇതിനെ തുടർന്ന്
അമീർമാർക്ക് കമ്പനിയുടെ അറിവില്ലാതെ വിദേശ രാജ്യങ്ങളുമായി സഖ്യം ചേരാനുള്ള അനുവാദം നിഷേധിക്കപ്പെട്ടു. കൂടാതെ അവർക്ക് കറാച്ചിയിൽ കമ്പനിയുടേതായിട്ടുള്ള സൈനിക സാധനങ്ങൾ സൂക്ഷിക്കാനായ ഒരു സ്റ്റോർ റൂം നൽകാനും ഇൻഡസിലെ എല്ലാ ടോളുകൾ ഒഴിവാക്കാനും അഫ്ഗാൻ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള സഹായവും സേനയും നൽകാനുമുള്ള നിർദ്ദേശവും അമീർമാർക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ നമുക്ക് ഏകദേശം ഒരു സബ്സിഡറി അലയൻസ് എന്ന രൂപത്തിൽ പറയാം. ശേഷം 1839 മുതൽ 1842 വരെ നടന്ന ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടന്നത് സിന്ധിലെ മണ്ണിലായിരുന്നു. എന്നാൽ സിന്ധിലെ അമീർമാർ ഈ യുദ്ധത്തെ ഇഷ്ടപ്പെട്ടിരുന്നതുമില്ല. ആ കൂടെ തന്നെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സാന്നിധ്യവും അവർക്ക് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാനായി ഈ യുദ്ധത്തിനുള്ള ചെലവുകൾ മുഴുവൻ അവർ അടയ്ക്കേണ്ടതായി വന്നു. പക്ഷെ എന്നിരുന്നാലും അവരുടെ സേവനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നന്ദിയോ അവാർഡോ ഒന്നും ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ലഭിച്ചതുമില്ല. പകരം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഡിസ്ലോയൽ ആണെന്ന് പറഞ്ഞ് ഇവരെ കുറ്റാരോപിതരാക്കുകയും ചെയ്തു. ശേഷം ബ്രിട്ടീഷുകാർ അമീർമാരെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ പ്രതികളായി ആരോപിക്കുകയും അഫ്ഗാൻ യുദ്ധത്തിലെ തിരിച്ചടികൾ കാരണം വളരെ മോശം അവസ്ഥയിലിരുന്ന ഗവർണർ ജനറൽ എലൻ ബോറോ സിന്ധിലേക്ക് ഔട്ട്റോമിനെ അയക്കുകയും പുതിയ കരാറുകൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ പുതിയ കരാർ പ്രകാരം അമീർമാരെ അവരുടെ പഴയ കുറ്റങ്ങൾക്ക് വിലയായി സിന്ധിലെ പ്രധാനപ്പെട്ട പ്രൊവിൻസുകൾ വിട്ടുകൊടുക്കാനും കൂടാതെ ഇൻഡസ് നദിയിലൂടെ ഓടുന്ന സ്റ്റീമറുകൾക്ക് ഇന്ധനം നൽകാനുമായിട്ട് പറഞ്ഞു. ഇത് മാത്രമായിരുന്നില്ല, ഇനി മുതൽ ഇവർക്ക് കോയിനുകൾ മിന്റ് ചെയ്യാനുള്ള അവകാശവും ഉണ്ടായിരിക്കുകയില്ല. ശേഷം ഇതേ അമീർമാരെ പിടികൂടുകയും സിന്ധിൽ നിന്ന് നാട് കടത്തുകയും ചെയ്തു. ശേഷം 1843 ഗവർണർ ജനറൽ എലൻ ബോറോയുടെ കീഴിൽ സിന്ധ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലോട് ചേർക്കപ്പെടുകയും ചാൾസ് നാപ്പിയർ ആദ്യത്തെ ഗവർണറായി നിയമിതനാകുകയും ചെയ്തു. ശേഷം ഒരു തർക്കം വരികയാണ്. അതായത് ഇവരുടെ പിൻഗാമികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കം വരികയും അതിനകത്ത് നാപ്പിയർ ഇടപെടുകയും അമീർമാർ മുഴുവൻ റെബല് ചെയ്യാൻ ആരംഭിക്കുകയും ഇതിനുശേഷം കുറച്ച് കാലത്തിനുള്ളിൽ ഈ ഒരു പ്രൊവിൻസസ് മുഴുവൻ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം മുഴുവൻ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാകുകയും അമീർമാർ മൊത്തത്തിൽ തോറ്റുപോവുകയുമാണ് ചെയ്തത്. കൂടാതെ ചരിത്രകാരന്മാർ നമ്മുടെ സിന്ധിന്റെ അനക്സേഷനെ വലിയ രീതിയിലാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. കാരണം ബ്രിട്ടീഷുകാർക്ക് അഫ്ഗാനിസ്ഥാനിൽ ഏറ്റ പരാജയവും തുടർന്ന് അനാവശ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം കാരണങ്ങൾക്കായും ഇവർ ഈ സിന്ധിനെ അനക്സ് ചെയ്യുകയാണെന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അപ്പോൾ അതായത് ഇതിന് ഈ ഒരു പ്രക്രിയനെ വളരെ സ്ട്രോങ്ലിയാണ് വിമർശിക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഈ അഫ്ഗാൻ വാറെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് എളുപ്പമായിരുന്നില്ല. വലിയ രീതിയിലുള്ള തിരിച്ചടികളും ഇവരുടെ റെപ്യൂട്ടേഷനൊക്കെ ഡാമേജ് ആവുകയും ചെയ്തു. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, ഇവർ സിന്ധിന്റെ മുകളിൽ ഇവരുടെ തെമ്മാടിത്തരം കാണിച്ചു എന്നാണ് ചരിത്രകാരന്മാർ ഇതിനെ വലിയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സിന്ധിന്റെ അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട് ഡെഫിനറ്റ്ലി പറയുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.